ഇവിടെ വന്നപ്പോഴത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഒരു വേറെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോട്ടൽ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷനും എൻ്റെ കയ്യിലില്ല. അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് ഇത് ഞാൻ കാണുകയും എന്നാൽ ഇതിൻ്റെ എന്താണെന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് വരികയും ചെയ്തത്. ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏണിങ്ങൊക്കെ വരികയാണ്. ഇപ്പോൾ സ്ഥാപനം നടത്തുന്നുണ്ട്, 12 സ്റ്റാഫ് അവിടെ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ കൂടെയാണ് കാണുന്നത്. അപ്പോഴാണെന്നാണ് ഇതിൻ്റെ എന്താണ് എന്നറിയാൻ വേണ്ടി അറിയാം. എൻ്റെ പേര് ജെയിംസ് എം ജോർജ് എന്നാണ്. 62 years ഓൾഡ്. സ്ഥലം ചെങ്ങന്നൂർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. ഞാൻ എൻ്റെ കിച്ചണുമായിട്ടേ പരിചയപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവല് എൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം അങ്ങനെ പലതും ഞാൻ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിനകത്ത് ചേർക്കുന്നതായ മസാലയിൽ എന്താണ് ഇൻഗ്രീഡിയൻസ്, എന്താണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് ഇവിടുന്ന് പറഞ്ഞു തരാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഏതായാലും ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി എപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അതിലും ഒക്കെ ഒരു വ്യത്യസ്തമായ സ്വാധീനത്തെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഒരു 3 തരം ബിരിയാണികൾ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മന്തി ചെയ്തിട്ടുണ്ട്. ഓരോന്നിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ നമുക്ക് ആ ബിരിയാണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അത് സഹായിക്കാൻ സാധിച്ചു. പഠിപ്പിക്കുന്ന രീതി ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ആർക്കും ഹൈഡ് ചെയ്യത്തില്ല. എന്തെങ്കിലും അറിയാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും എന്നുള്ളൊരു ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. ഹോട്ടൽ ബിസിനസ്സായിട്ടുള്ളവരോട് പറയാനുള്ളത് എന്തെങ്കിലും അറിയാതെ എടുത്ത് ചാടരുത്. കുക്കിംഗ് ആണെങ്കിലും അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം ആണെങ്കിലും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ലെവലാണെങ്കിലും എല്ലാം മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് അല്ല ഒരു തൊഴിലും നഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ തോന്നലല്ല, ഇറ്റ്സ് ഇസ് ട്രൂ. എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഇത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. നമ്മൾ കാണുകയും അത് ചെയ്യുകയും കൂടി ചെയ്യുന്ന ഉടനെ തിയറിക്കയിൽ പഠിക്കുന്നതിനേക്കാൾ ഒത്തിരി എഫക്റ്റീവാണ് നമ്മുടെ ജീവിതത്തിൽ അത് മുമ്പ് ഓർത്തെടുക്കുവാൻ. ഇത് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറോടാണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചില നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വേണ്ടതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണമല്ലോ. നല്ല അതുകൊണ്ടല്ലേ ഈ മസാല ഞങ്ങൾക്ക് വയ്ക്കുന്നത്. ഒരു കണക്ഷൻ വരുമല്ലോ. ഈ ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഒരു നല്ലൊരു ഫോർമുലയാണ് അതുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്കും അത് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലും ചൈനീസിൻ്റെ കുറച്ച് ഡിഷസ്, പിന്നെ ബേക്കറി ഞാൻ 2 ദിവസം അറ്റൻഡ് ചെയ്തായിരുന്നു. അതിനകത്ത് കുറേ ടിപ്പുകൾ എഴുതിയെടുത്തു. ഇനിയിപ്പോൾ ഒരു തൊഴിലാളിയെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ വയ്യാത്ത രീതിയിലല്ലല്ലോ, അറിയാവുന്നതുകൊണ്ട് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഈ ലൈഫ് കുറേ മോട്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പിന്നെ വലിയ കോടീശ്വരനാണ് എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ അധ്വാനവും പ്രയത്നവും ടൈമും എല്ലാം അതിനകത്ത് ഘടകങ്ങളാണ്. അതൊക്കെ ഒരാൾക്ക് 1 ലക്ഷം 1 crores ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമല്ല. അധ്വാനം അതിനകത്ത് ആവശ്യമാണ്. സമ്പന്നനെ ഇപ്പോൾ അധ്വാനിച്ചാൽ ഞാൻ പറഞ്ഞില്ല ആർക്കും സമ്പന്നത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഏത് ഫീൽഡിലും സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത്. ജീവിതത്തിൽ തുടങ്ങിയില്ലല്ലോ. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എഫേർട്ട് വരുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും. അതിന് അൾട്ടിമേറ്റായിട്ടൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ബിഗിനേഴ്സിനൊക്കെ നല്ലൊരു സ്ഥാപനമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് ഒരു കുക്കിങ്ങിനെ കുറിച്ചൊന്നും അറിയാൻ മേത്ത എനിക്കിപ്പോൾ എന്തൊക്കെയോ അറിഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. അത് തന്നെ ഒരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അവർക്കൊക്കെ ഒരു വളർന്നു വരാനായിട്ട് എല്ലാവരും ഒരു തൊഴിൽ ലഭിക്കാനും ഒക്കെ ഒരു വലിയൊരു മീഡിയേറ്ററായിട്ട് ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം.